NIOS +2 മലയാളം മൂന്നാമത്തെ അധ്യായം കഥയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ൻ്റുപ്പാപ്പയ്ക്കൊരാനയുണ്ടാർന്നു. ഈ കഥയിലെ ഏതാനും 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ആ ഒരു ഘടനയിൽ വരുന്ന 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, മരം കൊത്തിയുടെ ചിലക്കലിന് കുഞ്ഞു പാത്തുമ്മ വിചാരിച്ച അർത്ഥം എന്താണ്? അതിൻ്റെ ഉത്തരം, പക്ഷികളുടെ കാര്യത്തിൽ പക്ഷികളല്ലാത്തവർ ഇടപെടുന്നത് ശരിയല്ല. രണ്ടാമത്തെ ചോദ്യം, ആ വൃക്ഷം എത്ര വലുതായിരിക്കണം? ഏതാണ് ആ വൃക്ഷം? ആ വൃക്ഷത്തിൻ്റെ പേര് എന്താണ്? ആ വൃക്ഷത്തിൻ്റെ പേര് ഉത്തരം ഷജറുത്തുൽ മുൻതാഹ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, കുഞ്ഞു പാത്തുമ്മ മുഖം കുനിച്ച് നിലത്ത് നോക്കിക്കൊണ്ട് നിന്നത് എപ്പോഴാണ്? ഉത്തരം, കുരുവിക്ക് ജീവനുണ്ടോയെന്ന് അയാൾ ചോദിച്ചപ്പോഴാണ് കുഞ്ഞു പാത്തുമ്മ അങ്ങനെ മുഖം കുനിച്ച് നിലത്ത് നോക്കി നിന്നത്. നാലാമത്തെ ചോദ്യം, കുഞ്ഞു പാത്തുമ്മയുടെ കൈ കീറിപ്പോകാൻ കാരണം എന്താണ്? തോട്ടിലേക്ക് വീണുപോയ പെൺകുരുവി കാരണമാണ്. ആ പെൺകുരുവിയെ എടുക്കുവാൻ കുഞ്ഞു പാത്തുമ്മ തോട്ടിലേക്ക് വീണപ്പോഴാണ് കൈ കീറിപ്പോയത്. അഞ്ചാമത്തെ ചോദ്യം, കുരുവിയുടെ കലഹം കുഞ്ഞു പാത്തുമ്മയുടെ മനസ്സിൽ ഉണർത്തിയ ഓർമ്മ എന്താണ്? ഉത്തരം, ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ലഹളയുടെ ഓർമ്മയാണ് ഉണർത്തിയത്. ആറാമത്തെ, റബ്ബേ കെട്ടിയോളാണ് എന്ന് കുഞ്ഞു പാത്തുമ്മ അന്തം വിട്ട് പറയാനുണ്ടായ കാരണം? അതിൻ്റെ ഉത്തരം, കുരുവിയുടെ 2 ചെറുമുട്ടകൾ കണ്ടപ്പോഴാണ് കുഞ്ഞു പാത്തുമ്മ റബ്ബേ കെട്ടിയോളാണ് എന്ന് പറയാനുണ്ടായ കാരണം. ഏഴാമത്തെ ചോദ്യം, കുഞ്ഞു പാത്തുമ്മ പുകഞ്ഞ് ഇല്ലാതായിപ്പോയത് എപ്പോഴാണ്? ഉത്തരം, കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരാൺ പിറന്നവനോട് വർത്തമാനം പറഞ്ഞതോർത്തപ്പോഴാണ്. എട്ടാമത്തെ ചോദ്യം, കുരുവിയുടെ പതനത്തെ വർണ്ണിച്ചത് എങ്ങനെയാണ്? ഉത്തരം, ഭൂമിയെ അവസാനമായി ആലിംഗനം ചെയ്യുന്ന മനുഷ്യ ജീവിയെപ്പോലെയാണ് കുരുവിയുടെ പതനത്തെ വർണ്ണിച്ചത്. ഈ ഒരു 8 വൺ വേഡ് ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.